ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തൊട്ടാവാടി എന്ന സസ്യത്തെ പറ്റിയാണ്. ഇവയുടെ ശാസ്ത്രീയ നാമം മിമോസ പുഡിക്ക എന്നാണ്. ഇവയുടെ കുടുംബം ഫേബാസി കുടുംബത്തിലാണ്. തൊട്ടാവാടി ഒരു ചെറിയ ഔഷധ സസ്യമാണ്. ഇലകളെ തൊട്ടാൽ ഉടൻ മടക്കി കൂട്ടുന്ന അത്ഭുത സ്വഭാവം കാരണം തുടരത് ചെടി എന്നും അറിയപ്പെടുന്നു. ഇലകൾ തൊട്ടാൽ അടയുന്നു. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും തുറക്കും. ഈ പ്രതികരണം ത്രിഗ്നോസ്റ്റി എന്നറിയപ്പെടുന്നു. ചെറുതും മുള്ളുകളുമുള്ള തണ്ടാണ് ഇവയ്ക്ക്. ചെറിയ സംയുക്ത ഇലകളും പിങ്ക് നിറത്തിലുള്ള പന്ത് പോലുള്ള പൂക്കളും ഇവയ്ക്കുണ്ട്. ഇവ മണ്ണിൽ വീണ് മുളയ്ക്കാറാണ് പതിവ്. 5-10 ദിവസത്തിനുള്ളിൽ മുളപ്പിക്കൽ നടക്കും. ഇലകളും തണ്ടുകളും വികസിക്കുന്നു. ചെറു പിങ്ക് പൂക്കളായിരിക്കും ഇവയ്ക്ക്. പഴുത്ത ശേഷം വിത്തുകൾ വീഴും. വീണ്ടും വളർച്ച തുടരും. മുറിവുകൾ വേഗത്തിൽ സുഖപ്പെടുത്താൻ ഇവ ഉപയോഗിക്കാറുണ്ട്. മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇവയെ ഉപയോഗിക്കാറുണ്ട്. വയറിളക്കം, പൈൽസ് തുടങ്ങിയവയ്ക്കും ഉപയോഗിക്കാറുണ്ട്. അണുബാധ കുറയ്ക്കുവാനും ഇവ ഉപയോഗിക്കാറുണ്ട്. സാധാരണ മണ്ണിൽ തന്നെ വളരും. പൂർണ്ണ സൂര്യപ്രകാശം ഇവർക്ക് ആവശ്യമാണ്. കുറച്ച് വെള്ളം മതിയാകും. തൊട്ടാവാടിയുടെ വിത്തുകൾ മണ്ണിൽ വീണാൽ അനുകൂലമായി ഈർപ്പം ലഭിക്കുമ്പോൾ മുളയ്ക്കാൻ തയ്യാറാകും. 5-10 ദിവസത്തിനകം വിത്തിൽ നിന്ന് ചെറുതണ്ട് മുളയ്ക്കും. ആദ്യ ഇലകൾ പ്രത്യക്ഷപ്പെടും. ചെറുചെടി വളരാൻ തുടങ്ങും. തണ്ട് നീളുകയും സംയുക്ത ഇലകൾ ഉണ്ടാകുകയും ചെയ്യും. ഇലകളെ തൊട്ടാൽ മടക്ക് കൂട്ടുന്ന സ്വഭാവം ഈ ഘട്ടത്തിൽ തന്നെ കാണാം. ചെടി പൂർണ്ണമായി വളരും. മുള്ളുകളുള്ള തണ്ട്, പച്ച ഇലകൾ, ശക്തമായ പ്രതികരണ സ്വഭാവം എന്നിവ കാണാം. ചെറിയ പിങ്ക് നിറത്തിലുള്ള പന്ത് പോലുള്ള പൂക്കൾ വിരിയും. പൂക്കൾ പഴുത്ത് കായായി മാറും. അതിൽ നിന്ന് പുതിയ വിത്തുകൾ ഉണ്ടാകും. വിത്തുകൾ മണ്ണിൽ വീണ് വീണ്ടും മുളച്ച് പുതിയ തൊട്ടാവാടി ചെടികൾ വളരും. ഇങ്ങനെ ജീവിതചക്രം തുടരും. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.